മേഫ്ലവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് അഗസ്റ്റ്യൻ ഏജ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ അഗസ്റ്റ്യൻ ഏജ്, ഈ കാലഘട്ടത്തിലെ പ്രത്യേകതകൾ എന്താണ്, ഈ കാലഘട്ടത്തിലെ റൈറ്റേഴ്സ്, പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് ആരൊക്കെയാണ്, എന്തുകൊണ്ടാണ് അഗസ്റ്റ്യൻ ഏജ് എന്ന് വിളിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് അഗസ്റ്റ്യൻ ഏജ് മീൻസ് ഇറ്റ് ഈസ് ആൻ ഏജ് ഫ്രം or it is a period from 1700 to 1798. 1700 മുതൽ 1798 വരെയുള്ള കാലഘട്ടത്തെയാണ്, ആ ഒരു പീരീഡിനെയാണ് അഗസ്റ്റ്യൻ ഏജ് എന്ന് വിളിക്കുന്നത്. ഇനി അഗസ്റ്റ്യൻ ഏജ് എന്ന് വിളിക്കാൻ കാരണം റോമൻ സാഹിത്യത്തിൽ അല്ലെങ്കിൽ റോമൻ കാലഘട്ടത്തിൽ അഗസ്റ്റസ് സീസറിന്റെ കാലഘട്ടമാണ്, അല്ലെങ്കിൽ ഒക്ടേവിയസ് സീസർ. ജൂലിയസ് സീസറിന്റെ കൊലപാതകത്തിന് ശേഷം, അല്ലെങ്കിൽ ജൂലിയസ് സീസർ കൊല്ലപ്പെട്ടതിന് ശേഷം അടുത്ത ചക്രവർത്തിയായിട്ട് വരുന്നത് അഗസ്റ്റസ് സീസറാണ്, അല്ലെങ്കിൽ ഒക്ടേവിയസ് സീസറാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് വളരെയധികം സാഹിത്യത്തിൽ സമ്പന്നമായ ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഹൊറൈസ്, സിസറോ, വെർജിൽ തുടങ്ങിയ ശ്രേഷ്ഠരായ എഴുത്തുകാർ ഉണ്ടായിരുന്ന കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടം. ആ കാലഘട്ടം വളരെയധികം സമ്പന്നത നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. കാരണം ഇവരുടെ റൈറ്റേഴ്സ്, ഈ റൈറ്റേഴ്സിന്റെ കൃതികൾ, ഹൊറൈസ്, വെർജിൽ, സിസറോ തുടങ്ങിയ വ്യക്തികളുടെ കൃതികൾ വളരെയധികം ശ്രേഷ്ഠങ്ങളായ കൃതികളായിരുന്നു. അങ്ങനെ സാഹിത്യം സമ്പന്നമായ ഒരു കാലഘട്ടമാണ് ഈ അഗസ്റ്റസ് സീസറിന്റെ കാലഘട്ടം. അതുകൊണ്ട് ആണ് ഈ അഗസ്റ്റ്യൻ ഏജ് എന്നറിയപ്പെടുന്നത്. അപ്പൊ അതേ അവസ്ഥ തന്നെയാണ്, ഈ അഗസ്റ്റ്യൻ ഏജിന്റെ അതേ ഒരു ശ്രേഷ്ഠതയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നത്. കാരണം ഇംഗ്ലണ്ടിൽ ആ സമയത്ത് ജോൺ ഡ്രൈഡൻ, അതേപോലെ അലക്സാണ്ടർ പോപ്പ് തുടങ്ങിയ ഒരു കുറേ ശ്രേഷ്ഠന്മാരായിട്ടുള്ള എഴുത്തുകാർ ജീവിച്ചിരുന്ന കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം. അപ്പൊ അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ അഗസ്റ്റ്യൻ ഏജ് എന്ന് പറയുന്നത്. കാരണം സമ്പന്നമായ ഒരു കാലഘട്ടം, അതേപോലെ ഇറ്റ് ഈസ് ആൻ ഏജ് ഓഫ് സെൻസിബിലിറ്റി എന്നും അറിയപ്പെടുന്നു. ഏജ് ഓഫ് റീസൺ അല്ലെങ്കിൽ ഏജ് ഓഫ് സെൻസിബിലിറ്റി എന്നും അറിയപ്പെടുന്ന കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം, അതായത് അഗസ്റ്റ്യൻ ഏജ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് നിയോ ക്ലാസിക്കൽ പീരീഡ്. ഈ അഗസ്റ്റ്യൻ ഏജിനെ നമുക്ക് രണ്ട് കാലഘട്ടമായിട്ട് ഡിവൈഡ് ചെയ്യാം. വി ക്യാൻ ഡിവൈഡ് അഗസ്റ്റ്യൻ ഏജ് ഇൻടു ടു. ഫസ്റ്റ് വൺ ഈസ് 1700 to 1750. 1700 മുതൽ 1750 വരെ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തെ അറിയപ്പെടുന്നത് നിയോ ക്ലാസിക്കൽ കാലഘട്ടം എന്നാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് 1750 to 1798. 1750 മുതൽ 1798 വരെയുള്ള മറ്റൊരു കാലഘട്ടം. ആ കാലഘട്ടം അറിയപ്പെടുന്നത് ട്രാൻസിഷൻ പീരീഡ് എന്നാണ്. ട്രാൻസിഷൻ മീൻസ് ഒരു ചേഞ്ചിന്റെ കാലഘട്ടം. ഇറ്റ് ഈസ് ഫ്രം ക്ലാസിക്കൽ ടു റൊമാൻറ്റിക് പീരീഡ്. ക്ലാസിക്കൽ ഏജിൽ നിന്നും റൊമാൻറ്റിക് കാലഘട്ടത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, ഒരു ചേഞ്ചിനെയാണ് ഈ ഒരു ട്രാൻസിഷൻ പീരീഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ രണ്ട് ഡിവിഷൻസ് ആണ്. ഒന്നെന്ന് പറയുന്നത് നിയോ ക്ലാസിക്കൽ ഏജ്. ഇനി നിയോ ക്ലാസിക്കൽ ഏജ് എന്ന ആ കാലഘട്ടത്തെ വിളിക്കാൻ കാരണം ദേ ആർ ഫോളോയിങ് ദ റൂൾസ് ഓഫ് ദ ക്ലാസിക്കൽ റൈറ്റേഴ്സ്. ക്ലാസിക്കൽ ഏജ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ലിറ്ററേച്ചർ ഓർ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ സാഹിത്യത്തെയാണ് ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്നറിയപ്പെടുന്നത്. ആ ക്ലാസിക്കൽ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ റൂൾസ്, ആ സാഹിത്യത്തിൽ നിലനിന്നിരുന്ന റൂൾസ് അതുപോലെ തന്നെ കോപ്പി ചെയ്ത് ആ റൂൾസ് അതേപോലെ ഫോളോ ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ആയിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ആൻഡ് സോ ഇറ്റ് ഈസ് കോൾഡ് നിയോ ക്ലാസിക്കൽ ഏജ്. നിയോ മീൻസ് ന്യൂ ക്ലാസിക്കൽ, അതായത് പുതിയ ഒരു ക്ലാസിക്കൽ യുഗം. ക്ലാസിക്കൽ ഏജ് ആയിരുന്നു ആദ്യം ഫോളോ ചെയ്തിരുന്നത്. അതിനുശേഷം എലിസബത്തൻ ഏജ് വന്നു. അതിനുശേഷമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വീണ്ടും ആ ഒരു ക്ലാസിക്കൽ റൂൾസ് പിന്തുടർന്ന് പോകുന്ന ആ ഒരു രീതി വന്നു. അതിനെയാണ് നിയോ ക്ലാസിക്കൽ ഏജ് എന്നറിയപ്പെടുന്നത്. അങ്ങനെ ഈ ഒരു രണ്ട് ഡിവിഷൻസ് ആണ് ഇതിനകത്തുള്ളത്, ട്രാൻസിഷൻ ഏജ് അതേപോലെ തന്നെ നിയോ ക്ലാസിക്കൽ ഏജ്. ഇനി ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് കോൾഡ് നിയോ ക്ലാസിക്കൽ പീരീഡ്. ദാറ്റ് മീൻസ് ദ റൈറ്റേഴ്സ് ഫോളോഡ് ദ ക്ലാസിക്കൽ റൂൾസ്. ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ റൈറ്റേഴ്സ് നിയോ ക്ലാസിക്കൽ ഏജ് എന്നാണ് അറിയപ്പെടുന്നത്. ആ ക്ലാസിക്കൽ നിയമങ്ങൾ അതുപോലെ ഫോളോ ചെയ്ത ഒരു കാലഘട്ടമാണ്. പക്ഷെ കണ്ടന്റിൽ അവർ വ്യത്യാസം വരുത്തി. അതായത് ആ ഒരു കാലഘട്ടത്തിൽ ദേ ഗിവ് ഇമ്പോർട്ടൻസ് ടു സില്ലി തിങ്സ്, അല്ലെങ്കിൽ മോക്ക് എപ്പിക്, അല്ലെങ്കിൽ ആ ഒരു മോക്കിംഗ് സ്റ്റൈലിനാണ് അവർ പ്രാധാന്യം കൊടുത്തത്. ദാറ്റ് മീൻസ് ദേ വാണ്ടഡ് ടു കറക്റ്റ് ദ സൊസൈറ്റി. സമൂഹത്തെ നന്നാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സമൂഹത്തിലെ തിന്മകൾ, പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മോക്കിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു സറ്റാരിക്കൽ സ്റ്റൈലാണ് അവർ പിന്തുടർന്നത്. പക്ഷേ ദേ ആർ റെഡി ടു ഫോളോ ദ റൂൾസ് ഓഫ് ദ ക്ലാസിക്കൽ റൈറ്റേഴ്സ്.
ക്ലാസിക്കൽ റൈറ്റേഴ്സിൻ്റെ ആ ഒരു നിയമങ്ങൾ അതുപോലെ തന്നെ പിന്തുടർന്നുകൊണ്ട് സമൂഹത്തെ കറക്റ്റ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. ഇനി നെക്സ്റ്റ് വൺ, രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് വാസ് എൻ ഏജ് ഓഫ് റീസൺ ഓർ സെൻസിബിലിറ്റി. ആ ഒരു കാലഘട്ടത്തിൽ ദേ ഗീവ് ഇമ്പോർട്ടൻസ് ടു റീസൺസ്. ഇമാജിനേഷന് പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അതായത് ഇമാജിനേഷൻ എന്ന് പറയുന്നത് റൊമാൻറ്റിക് കാലഘട്ടത്തിലെ പ്രത്യേകതയായിരുന്നു. ആ ഒരു ഇമാജിനേഷൻ എന്താണ്, ഭാവനയ്ക്ക് പ്രാധാന്യം കൊടുത്തു. ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ സബ്ജക്റ്റിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ദേ ഗിവ് ഇമ്പോർട്ടൻസ് ടു റീസൺസ് ആൻഡ് സെൻസിബിലിറ്റി. യുക്തിപരമായ കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുത്ത ഒരു കാലഘട്ടമാണ് ഈ നിയോ ക്ലാസിക്കൽ കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നീട് ഇറ്റ് ഈസ് ആൻ ഏജ് ഓഫ് റിലീജിയസ് ആൻഡ് ഫിലോസോഫിക് തോട്ട്സ്. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു നിയോ ക്ലാസിക്കൽ ഏജിൽ ദേ ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു റിലീജിയസ് ആൻഡ് ഫിലോസോഫിക് തോട്ട്സ്. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുത്തില്ല, അല്ലെങ്കിൽ ഗോസിപ്പുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അത് മോക്കപ്പിക്കിൽ പറയുന്നുണ്ട്, ഗോസിപ്പിന് പ്രാധാന്യം കൊടുക്കുക. അതായത് ഗോസിപ്പിലൂടെ അല്ലെങ്കിൽ ആ ഒരു മോക്കിംഗ് സ്റ്റൈലിലൂടെ സമൂഹത്തെ പരിഹസിക്കുകയാണ്. മിഡിൽ ക്ലാസ് സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന പൊള്ളത്തരങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഫോളീസ് ആൻഡ് ഫോയബിൾസ്, ആ ഒരു വിഡ്ഢിത്തരങ്ങളും മണ്ടത്തരങ്ങളും അതൊക്കെ തുറന്നു കാട്ടുന്ന ആ ഒരു കാലഘട്ടമായിരുന്നു ഈ നിയോ ക്ലാസിക്കൽ കാലഘട്ടം. പിന്നീട് അടുത്തത് ഇറ്റ് ഈസ് ആൻ ഏജ് ഓഫ് റൂൾസ്. നിയമങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് കോൾഡ് നിയോ ക്ലാസിക്കൽ ഏജ്. ദാറ്റ് മീൻസ് ദ റൈറ്റേഴ്സ് ഫോളോഡ് ക്ലാസിക്കൽ റൂൾസ്. അതുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ടും ആ ഒരു നിയമത്തിൽ അധിഷ്ഠിതമായ ഒരു കാലഘട്ടമായിരുന്നു. ആ കവിത എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, ആ ഒരു നിയമങ്ങൾ, അതായത് മീറ്റർ ഫോളോ ചെയ്യുക, അതേപോലെ ആ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുക. അപ്പോൾ അതിനൊക്കെ പ്രാധാന്യം കൊടുത്ത വ്യക്തികളായിരുന്നു. ഇപ്പോഴത്തെ കവിത പോലെയല്ല, മറിച്ച് ആ ഒരു ഇപ്പോഴത്തെ കവിതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന അതേ രീതിയിലാണ് കവിത പോകുന്നത്. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ആ ഒരു താളം, ലയം, ആ ഒരു രീതിയിലുള്ള കവിതകളായിരുന്നു ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. സോ ഇറ്റ് ഈസ് ആൻ ഏജ് ഓഫ് റൂൾസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓർ ദിസ് പീരീഡ് ഹാസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് ലിറ്ററേച്ചർ. ഈ ഒരു കാലഘട്ടത്തിൽ ഫ്രഞ്ച് ലിറ്ററേച്ചറിൻ്റെ സ്വാധീനം ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ഈ നിയോ ക്ലാസിക്കൽ കാലഘട്ടം. അല്ലെങ്കിൽ ആ ഒരു ഫ്രഞ്ച് വിപ്ലവം അല്ലെങ്കിൽ ആ ഒരു ഫ്രഞ്ച് സാഹിത്യമൊക്കെ സ്വാധീനം ചെലുത്തിയ ഒരു കാലഘട്ടം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1789 ആണ്. ആ ഒരു കാലഘട്ടത്തിൻ്റെ സ്വാധീനം, അതേപോലെ ഫ്രഞ്ച് സാഹിത്യത്തിൻ്റെ സ്വാധീനം, അതേപോലെ തന്നെ the influence of the writers or philosophers like റൂസോ, വോൾട്ടേർ ആൻഡ് മോണ്ടസ്ക്യൂ, ഇവരുടെയൊക്കെ സ്വാധീനമുള്ള ഒരു കാലഘട്ടമായിരുന്നു ഈ നിയോ ക്ലാസിക്കൽ കാലഘട്ടം. ദെൻ നെക്സ്റ്റ് വൺ, റിഫ്ലക്ഷൻ ഓഫ് കണ്ടംപററി സൊസൈറ്റി. ഈ ഒരു സമൂഹത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് പ്രധാനമായിട്ടും ദേ ആർ മോക്കിംഗ് അറ്റ് ദ സൊസൈറ്റി. സമൂഹത്തിൽ നിലനിന്നിരുന്ന ദ ഫോളീസ് ആൻഡ് ഫോയബിൾസ് ഓഫ് സൊസൈറ്റി, സമൂഹത്തിൽ നിലനിന്നിരുന്ന വിഡ്ഢിത്തരങ്ങൾ, മണ്ടത്തരങ്ങൾ, അതേപോലെ തന്നെ പൊങ്ങച്ചങ്ങൾ, അതിനെതിരെയൊക്കെ പ്രതികരിച്ച ഒരു കാലഘട്ടമായിരുന്നു. ആൻഡ് ഇൻ ദിസ് ലിറ്ററേച്ചർ വി ക്യാൻ സീ ദ റിഫ്ലക്ഷൻ ഓഫ് ദ സൊസൈറ്റി. ആ ഒരു കാലഘട്ടത്തിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഈ സാഹിത്യത്തിൽ കാണാൻ കഴിയും. നെക്സ്റ്റ് വൺ, പോയറ്റിക് ഡിക്ഷൻ ആൻഡ് ദേ ഫോളോഡ് ഹീറോയിക് കപ്ലെറ്റ്. ഹീറോയിക് കപ്ലെറ്റ് എന്ന ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത വ്യക്തികളായിരുന്നു ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. ഹീറോയിക് കപ്ലെറ്റ് എന്ന് പറയുന്നത് 2 ലൈൻസ് റൈംഡ് അയാംബിക് പെൻറ്റാമീറ്റർ ആണ്. 2 സെയിം റൈമിംഗ് ലൈൻസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ റൈംഡ് അയാംബിക് പെൻറ്റാമീറ്റർ. ഹീറോയിക് കപ്ലെറ്റ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് അലക്സാണ്ടർ പോപ്പാണ്. ആൻഡ് ദിസ് സ്റ്റൈൽ ഈസ് ഫോളോഡ് ഇൻ ദിസ് നിയോ ക്ലാസിക്കൽ ഏജ്. ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നീട് ഇൻ ദിസ് പീരീഡ് വി ക്യാൻ സീ പീരിയോഡിക്കൽസ്, അത് മറ്റൊരു പ്രത്യേകതയാണ്. ആൻഡ് ദ റൈസ് ഓഫ് നോവൽസ്, നോവലിൻ്റെ തുടക്കം, അതേപോലെ തന്നെ പീരിയോഡിക് എസ്സേയ്സ്, അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നോവലിൻ്റെ തുടക്കം എന്ന് പറയുന്നത് റിച്ചാർഡ്സൺ ആണ്. സാമുവൽ റിച്ചാർഡ്സന്റെ പമേല ഇസ് ദ ഫസ്റ്റ് നോവൽ. പമേല is the first novel and it was written by Samuel Richardson and it is in epistolary style. എപ്പിസ്റ്റോളറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്ററിൻ്റെ രൂപത്തിൽ എഴുതപ്പെട്ട ഒരു നോവലാണ്. പമേല എന്നാണ് അതിൻ്റെ പേര്. ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ബൈ സാമുവൽ റിച്ചാർഡ്സൺ. ഇതാണ് ആദ്യത്തെ ഫസ്റ്റ് നോവൽ അല്ലെങ്കിൽ ആദ്യത്തെ നോവലായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു നോവലിൻ്റെ തുടക്കം ഈ കാലഘട്ടത്തിലാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു പീരിയോഡിക്കൽ എസേയ്സ്, അതും ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ക്രിമിനൽ ബയോഗ്രഫീസ് കാണാം. അതേപോലെ തന്നെ ട്രാവലോഗ്സ്, യാത്രാ വിവരണങ്ങൾ, അതേപോലെ അലിഗോറിക്
അലിഗോറിക് റൈറ്റിങ്സ് ഓർ അലിഗോറിക്കൽസ്. അലിഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ്. ജോൺ ബനിയൻ്റെ പിൽഗ്രിംസ് പ്രോഗ്രസ് പോലെയുള്ള അലിഗോറിക്കൽ വർക്കുകൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിട്ട് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടം നമ്മൾ നേരത്തെ പറഞ്ഞു, ആൻഡ് ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് സറ്റയർ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സറ്റയറിക് കാലഘട്ടമായിരുന്നു, അല്ലെങ്കിൽ മോക്കിംഗ് പീരീഡ് എന്ന് തന്നെ നമുക്ക് പറയാം ഈ ഒരു കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ നിയോ ക്ലാസിക്കൽ കാലഘട്ടത്തിന്റെ തുടക്കത്തിലാണ് ജോൺ ഡ്രൈഡന്റെ ഒരുപാട് സറ്റയറിക്കൽ വർക്ക് നമുക്ക് കാണാം. അതിൽ അബ്സലം ആൻഡ് അഹിറ്റോഫൽ, അതേപോലെ ദ മെഡൽ, തോമസ് ഷാഡ്വെലിനെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ദ മെഡൽ എന്ന് പറയുന്ന വർക്ക്, അതൊക്കെ പരിഹസിച്ചുകൊണ്ട് എഴുതുന്ന കൃതികളാണ്. അതേപോലെ അലക്സാണ്ടർ പോപ്പിന്റെ ദ റേപ്പ് ഓഫ് ദ ലോക്ക് എന്ന് പറയുന്നത് ആ ഒരു സമൂഹം, മിഡിൽ ക്ലാസ് സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന പൊങ്ങച്ചത്തിനെതിരെ ഉള്ള ഒരു കൃതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മോക്കിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇറ്റ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് ദ കണ്ടംപററി സൊസൈറ്റി. ആ സമകാലീന സമൂഹത്തിന്റെ റിഫ്ലക്ഷൻ ആണ് നമുക്ക് അവരുടെ കൃതികളിൽ കാണാൻ കഴിയുന്നത്. ഇതും ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദിസ് പീരീഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് സെന്റിമെന്റൽ കോമഡി. സെന്റിമെന്റൽ കോമഡിയുടെ ഒരു തുടക്കം ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. ഇതും ഈ കാലഘട്ടത്തിന്റെ സവിശേഷതയാണ്. ഇനി ലിറ്റററി ട്രെൻഡ്സ് ഇൻ ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിലെ സാഹിത്യപരമായിട്ടുള്ള ട്രെൻഡുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, പീരിയോഡിക്കൽ എസ്സേ. നമ്മൾ നേരത്തെ പറഞ്ഞു പീരിയോഡിക്കൽ എസ്സേ. ആ പീരിയോഡിക്കൽ എസ്സേ നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. രണ്ടാമത്തേത്, ഇറ്റ് ഈസ് ആൻ ഏജ് ഓഫ് ഓർ ഇറ്റ് ഈസ് എ ലിറ്ററേച്ചർ ഓഫ് സെൻസിബിലിറ്റി. സെൻസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എബിലിറ്റി ടു ഇമോഷണലി റെസ്പോണ്ട് ടു ബ്യൂട്ടി ആൻഡ് സബ്ലിമിറ്റി. ബ്യൂട്ടി അല്ലെങ്കിൽ സബ്ലിമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹത്തരമായിട്ടുള്ള അല്ലെങ്കിൽ നൊബിലിറ്റി എന്നാണ്. അതിനോട് നമ്മൾ പ്രതികരിക്കുക, ഇമോഷണലി റെസ്പോണ്ട് ടു ബ്യൂട്ടി ആൻഡ് സബ്ലിമിറ്റി. ഇതിനെയാണ് സെൻസിബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് സെൻസിബിലിറ്റി. നെക്സ്റ്റ് വൺ, ഇൻ ദിസ് പീരീഡ് വി ക്യാൻ സീ ഗ്രേവ്യാർഡ് പോയട്രി. ഗ്രേവ്യാർഡ് പോയട്രി എന്ന് പറയുന്നത് ഇത് സാധാരണ 2 മാർക്കിന് ചോദിക്കുന്നതാണ്. ഗ്രേവ്യാർഡ് പോയട്രി എന്താണെന്നുള്ളത്. ഗ്രേവ്യാർഡ് പോയട്രി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സീരിയസ് പോയട്രി ദാറ്റ് ഡീൽസ് വിത്ത് ഗ്രേവ്, ഡെത്ത് ഓർ മോർട്ടാലിറ്റി. അതായത് മരണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രേവ്, ശവക്കുഴി അല്ലെങ്കിൽ ശവകുടീരം, അങ്ങനെയുള്ള തീമുമായിട്ട്, മരണവുമായിട്ട് ബന്ധപ്പെട്ട തീംസ് ഡീൽ ചെയ്യുന്ന ആ ഒരു ടൈപ്പ് പോയട്രിയാണ് ഗ്രേവ്യാർഡ് പോയട്രി എന്നറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, എൽജി റിട്ടൺ എ കൺട്രി ചർച്ച്യാർഡ് ബൈ തോമസ് ഗ്രേ. അതേപോലെ തന്നെ ദ ഗ്രേവ് എന്ന പോയം റിട്ടൺ ബൈ റോബർട്ട് ബ്ലെയർ. ഇതൊക്കെ ഈ ഗ്രേവ്യാർഡ് പോയട്രിക്ക് ഉദാഹരണമാണ്. ഇപ്പം ഈ 3 ട്രെൻഡ്സ് ആണ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾക്ക് പീരിയോഡിക്കൽ എസ്സേ, അത് സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കുന്നതാണ് 5 മാർക്കിന് പീരിയോഡിക്കൽ എസ്സേ. അതിൽ പ്രധാനപ്പെട്ടത് അഡിസൺ ആൻഡ് സ്റ്റീൽ. പീരിയോഡിക്കൽ എസ്സേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട പേരുകൾ ജോസഫ് അഡിസൺ ആൻഡ് റിച്ചാർഡ് സ്റ്റീൽ. ഇവരാണ് പീരിയോഡിക്കൽ എസ്സേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ജോസഫ് അഡിസൺ ആണ് ദ സ്പെക്ടേറ്റർ എന്ന പീരിയോഡിക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഇൻ 1711. ഈ 1711 ദ സ്പെക്ടേറ്റർ എന്ന പീരിയോഡിക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ പ്രധാന വർക്ക് എന്ന് പറയുന്നത് കവർലി പേപ്പേഴ്സ് എന്ന വർക്കാണ്. ആൻഡ് ഇറ്റ് ഈസ് സെൻറ്റേർഡ് ഓൺ ദ ക്യാരക്ടർ സർ റോജർ ഡി കവൽറി. സർ റോജർ ഡി കവൽറി എന്ന ആ വ്യക്തിയെ സെൻറ്റർ ചെയ്തിട്ടാണ്, അദ്ദേഹത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഇതിവൃത്തം മുന്നോട്ടേക്ക് പോകുന്നത്. ആ കഥകളിൽ അതിലെ മെയിൻ തീം എന്ന് പറയുന്നത് ഫാഷൻ, അതേപോലെ മിഡിൽ ക്ലാസ് ലൈഫ്, ദെൻ ബോസ്റ്റിംഗ് തുടങ്ങിയവയാണ്. പൊങ്ങച്ചങ്ങളും കാര്യങ്ങളും, ആ ഒരു മിഡിൽ ക്ലാസ് ജീവിതത്തിൻ്റെ പൊങ്ങച്ചങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സറ്ററിക്കൽ പീരീഡ്. ഈ കാലഘട്ടത്തിൽ ദ റൈറ്റേഴ്സ് വാണ്ടഡ് ടു കറക്റ്റ് ദ സൊസൈറ്റി. ആ സമൂഹത്തെ നേരെയാക്കുക, പരിഹസിച്ച് നേരെയാക്കുക എന്ന ആ ഒരു ദൗത്യമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ റൈറ്റേഴ്സിനുണ്ടായിരുന്നത്. അതിലെ ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ പീരിയോഡിക്കൽ എസ്സേസിലാണ്. അതിലെ റോജർ ഡി കവൽറി എന്ന കഥാപാത്രത്തെ പരിഹസിച്ചുകൊണ്ടാണ് കവർലി പേപ്പേഴ്സ് എഴുതിയേക്കുന്നത്. അടുത്ത എഴുത്തുകാരൻ, നെക്സ്റ്റ് പീരിയോഡിക്കൽ എസ്സേയിസ്റ്റ് എന്ന് പറയുന്നത് റിച്ചാർഡ് സ്റ്റീലാണ്. റിച്ചാർഡ് സ്റ്റീൽ എന്ന് പറയുന്നത് ഹി ഈസ് ദി ഫെലോ റൈറ്റർ ആൻഡ് ഫ്രണ്ട് ഓഫ് അഡീസൺ. ജോസഫ് അഡീസൻ്റെ സുഹൃത്താണ്. അതോടൊപ്പം തന്നെ അവർ ഒരുമിച്ചാണ് ഈ പീരിയോഡിക്കൽസ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത പീരിയോഡിക്കലാണ് ദ ടാറ്റ്ലർ. ആൻഡ് ഇറ്റ് വാസ് ഇൻ 1709. 1709
1709 ദ ടാറ്റ്ലർ എന്ന് പറയുന്ന പീരിയോഡിക്കൽ പബ്ലിഷ് ചെയ്യുന്നത്. പിന്നീട് ആ ഒരു കാലഘട്ടത്തിൽ വരുന്ന ഷോർട്ട് ലിവ്ഡ് പീരിയോഡിക്കൽസ് ദ ഗാർഡിയൻ, ദെൻ ദ ഇംഗ്ലീഷ്മാൻ, ദ റീഡർ, ദ ഫ്ലാബിയൻ തുടങ്ങിയവയാണ് ഈ ഒരു കാലഘട്ടത്തിലെ ഷോർട്ട് ലിവ്ഡ് പീരിയോഡിക്കൽസ് ആണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന 2 പീരിയോഡിക്കൽസ് ദ ടാറ്റ്ലർ ആൻഡ് ദ സ്പെക്ടേറ്റർ എന്ന 2 പീരിയോഡിക്കൽസ് ആണ്. ആൻഡ് ഇറ്റ് വാസ് ദ നെയിംസ് ബിഹൈൻഡ് ഇറ്റ് ആർ റിച്ചാർഡ് സ്റ്റീൽ ആൻഡ് ജോസഫ് അഡിസൺ. ഈ ഒരു കാലഘട്ടത്തിലെ മറ്റൊരു പീരിയോഡിക്കൽ എസേയിസ്റ്റ് അതോടൊപ്പം തന്നെ ലെക്സിക്കോഗ്രാഫറുമായിരുന്നു ഡോക്ടർ സാമുവൽ ജോൺസൺ. ലെക്സിക്കോഗ്രാഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ഷണറി എഴുതിയ ആളാണ് അദ്ദേഹം. ഡോക്ടർ ജോൺസൺ അല്ലെങ്കിൽ ഡോക്ടർ സാമുവൽ ജോൺസൺ അദ്ദേഹം ഡിക്ഷണറി എഴുതിയ ആ വ്യക്തിയാണ്. ആ ഡിക്ഷണറിയിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനാകുന്നത്. അദ്ദേഹം സ്ഥാപിച്ച 2 പീരിയോഡിക്കൽസ് ആണ് ദ റാംബ്ലർ ആൻഡ് ദ ഐഡ്ലർ. ഈ 2 പീരിയോഡിക്കൽസും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ വർക്ക്സ് എഴുതിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ പോംസും എഴുതിയിട്ടുണ്ട്. ദ ലണ്ടൻ എന്ന പോയം അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കവിതയാണ്, അതേപോലെ ഫസ്റ്റ് പോയമാണ്. ലൈവ്സ് ഓഫ് പോയറ്റ്സ് എന്ന ഒരു ക്രിട്ടിക്കൽ വർക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം കുറച്ച് റൈറ്റേഴ്സിൻ്റെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ബയോഗ്രഫീസ് എഴുതിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രശസ്തങ്ങളായ 2 നോവലുകളാണ് ദ പ്രിൻസ് ഓഫ് അബിസീനിയ ആൻഡ് റൂസലാസ്. അടുത്ത മറ്റൊരു റൈറ്റർ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട റൈറ്ററാണ് അലക്സാണ്ടർ പോപ്പ്. ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന, നമ്മൾ പറഞ്ഞു അഗസ്റ്റിൻ ഏജ് ഈസ് ഈക്വൽ ടു അലക്സാണ്ടർ പോപ്പ് എന്നാണ്. അലക്സാണ്ടർ പോപ്പിൻ്റെ കാലഘട്ടം, അതിനെയാണ് അഗസ്റ്റിൻ ഏജ് എന്ന് വിളിക്കുന്നത് എന്നും പറയുന്ന ഒരു കാലഘട്ടമാണ്. അലക്സാണ്ടർ പോപ്പിനെ നമ്മൾ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് മോക്ക് എപ്പിക് പോയറ്റ് എന്നാണ്. മോക്ക് എപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിക്കിൻ്റെ അതേ രീതിയിൽ അതേസമയം സില്ലി സബ്ജക്ട്സ് ആയിരിക്കും. എപ്പിക്കിൻ്റെ ഫോമാണ്. എപ്പിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സീരിയസ് സബ്ജക്റ്റ് ആയിരിക്കണം, അതേപോലെ ഒരു ലോങ് സ്റ്റോറി ആയിരിക്കണം എന്നൊക്കെ കുറച്ച് പ്രത്യേകതകളുണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്, സവിശേഷതകൾ. ആ ഒരു എപ്പിക്കിൻ്റെ സ്റ്റൈലിൽ അതേ സ്റ്റൈലിലാണ് എഴുതുന്നത്. പക്ഷേ സീരിയസ് സബ്ജക്റ്റിന് പകരം സില്ലി സബ്ജക്ട്സ് ആയിരിക്കും ഈ മോക്കെപ്പിക്കിൽ ഉണ്ടാകുന്നത്. അപ്പം മോക്കെപ്പിക് പോയിന്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അലക്സാണ്ടർ പോപ്പ്. അലക്സാണ്ടർ പോപ്പ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരുപാട് വർക്കുകൾ, ക്രിട്ടിക്കൽ വർക്കുകൾ എഴുതിയിട്ടുണ്ട്. അലക്സാണ്ടർ പോപ്പിൻ്റെ ഏറ്റവും വലിയ മോക്കെപ്പിക് എന്ന് പറയുന്നത് ദ റേപ്പ് ഓഫ് ദ ലോക്ക്. ദ റേപ്പ് ഓഫ് ദ ലോക്ക്, ബെലിൻഡ എന്ന കഥാപാത്രം, ആ റേപ്പ് ഓഫ് ദ ലോക്ക് എന്ന് പറയുന്ന ആ ഒരു കൃതിയാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഫേമസ് ആക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് ദ എസ്സേ ഓൺ മാൻ ആൻഡ് ദ ഡൻസീഡ്. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. ആൻഡ് ഹീ ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ ഹു യൂസ്ഡ് ഹീറോയിക് കപ്ലറ്റ് ഇൻ ലിറ്ററേച്ചർ, ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഹീറോയിക് കപ്ലറ്റ് ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി അലക്സാണ്ടർ പോപ്പാണ്. ഇനി മറ്റ് റൈറ്റേഴ്സ്, ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റ് റൈറ്റേഴ്സ്, നെക്സ്റ്റ് വൺ ഈസ് തോമസ് ഗ്രേ. തോമസ് ഗ്രേ എന്ന് പറയുന്നത് ഹീസ് എ ട്രാൻസിഷണൽ പോയറ്റ്. ട്രാൻസിഷണൽ പോയറ്റ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ട്രാൻസിഷണൽ പോയറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് എൻ ഏജ് ഫ്രം ക്ലാസിസം ടു റൊമാൻറ്റിസിസം. ആ ഒരു ചേഞ്ചിൻ്റെ കാലഘട്ടം, ക്ലാസിസത്തിൽ നിന്നും അല്ലെങ്കിൽ നിയോ ക്ലാസിസത്തിൽ നിന്നും റൊമാൻറ്റിസിസത്തിലേക്കുള്ള ആ ഒരു ചേഞ്ചിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോയറ്റാണ് തോമസ് ഗ്രേ. ആൻഡ് ഹീസ് മെയിൻലി നോൺ ഫോർ ഹിസ് എൽജി റിട്ടൺ എ കൺട്രി ചർച്ച്യാർഡ്. എൽജി റിട്ടൺ എ കൺട്രി ചർച്ച്യാർഡ് എന്ന ആ ഒരു വർക്കിൻ്റെ പേരിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വില്യം കോളിൻസ്. നെക്സ്റ്റ് ഒലിവർ ഗോഡ് സ്മിത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞു സെൻറ്റിമെൻ്റൽ കോമഡി സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് ഒലിവർ ഗോഡ് സ്മിത്ത്. ദെൻ വില്യം കൂപ്പർ. Other major poets of this period are Robert Burns and George Crabbe. Hope you enjoyed it. Thank you very much.